വാഗേരി കല്ലൂർകുന്നിൽ വീണ്ടും കടുവ സാന്നിധ്യം. ശനിയാഴ്ച രാത്രി 11 മണിയോടെ വാഗയിൽ സന്തോഷിന്റെ പശുവിനെ പിടികൂടി. കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ കാൽപ്പാടുകൾ കണ്ടിരുന്നു. രാവിലെ ഇവിടെ RRT സംഘം പരിശോധന തുടങ്ങിയിട്ടുണ്ട്. അനൂപുണ്ട വിശദാംശങ്ങളുമായി. അനൂപ്, എങ്ങനെ പുരോഗമിക്കുന്നു നിലവിലെ പരിശോധന? കടുവയ്ക്കായുള്ള തിരച്ചിൽ ഒരാഴ്ച പിന്നിടുകയാണ്. അപ്പോഴും ഇത് ഫലം കാണാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോഴും ഈ തിരച്ചിലുള്ളത്. സർവ്വസന്നാഹത്തോടു കൂടിയാണ് വനവകുപ്പിന് 80 അംഗ RRT, അതുപോലെ തന്നെ ഷൂട്ടിംഗ്, ഈ മയക്കുവെടി വിദഗ്ധരെല്ലാം ഉൾപ്പെടുന്ന ഈ 80 അംഗ സംഘം വളരെ സജീവമായിട്ടുള്ള തെരച്ചിൽ നടത്തുമ്പോഴും അത് ഫലം കാണാതെ അവസാനിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് ഇടയ്ക്കിടെയുള്ള കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതോടൊപ്പം പ്രദേശവാസികളുടെ ആശങ്കയുയർത്തുന്ന കാര്യവും. ഇന്ന് തന്നെ പുലർച്ചെ, അതായത് വാഗയിൽ ഇതിന് തൊട്ട് സമയത്തിന് ഈ പ്രജീഷ് എന്നയാൾ കൊല്ലപ്പെടുന്ന സ്ഥലത്തിന് ഏതാണ്ട് കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള വാഗയിൽ സാബു എന്ന് പറയുന്ന ഒരാളുടെ പശുവിനെ രാത്രി 11 മണിയോടുകൂടി കടുവ എത്തി ആക്രമിച്ച് കൊല്ലുന്നൊരു സംഭവം ഉണ്ടായി. ഏതായാലും അത്തരത്തിലുള്ള കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന സംഭവങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഈ സമീപ പ്രദേശങ്ങളിൽ. എന്നാൽ ഈ കടുവയ്ക്കായി സ്ഥാപിച്ച കൂടുകളിലും മറ്റു കടുവ കയറുന്നില്ലെന്ന് മാത്രമല്ല, അതിന് പിടികൂടാനും സാധിക്കുന്നില്ല. ക്യാമറ ട്രാപ്പുകൾ ഉൾപ്പെടെ പ്രദേശത്തുണ്ട്. ഈ ക്യാമറകളിൽ ദൃശ്യങ്ങൾ പതിയുന്നുണ്ട്. എന്നാൽ കൂടിലേക്ക് കടുവ കയറുന്നില്ല. ഈ കടുവയെ പിന്തുടർന്ന് വെടിവെക്കാനോ മറ്റുള്ള സാഹചര്യങ്ങളും ഒത്തുവരുന്നില്ല എന്നുള്ളതാണ് വനവകുപ്പിനെ കുഴക്കുന്നൊരു കാര്യം. ഏതായാലും വളരെ ഒരു വലിയ രീതിയിൽ ഉടലെടുത്ത ഒരു ഭീതി ഇപ്പോഴും അവിടെ ആ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. ഏത് വിധത്തിൽ ഇത്രയും ഈ കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ വൈകുന്നൊരു സാഹചര്യത്തിൽ ഇനിയുള്ള കാര്യങ്ങൾ എല്ലാം എങ്ങനെ സ്വീകരിക്കണമെന്നെല്ലാം സംബന്ധിച്ചിട്ട് സർവകക്ഷി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. 2 ദിവസത്തും കൂടി ഇത് പിടികൂടാനുള്ള ഈ ശ്രമങ്ങൾ നോക്കിയതിന് ശേഷം മറ്റ് കാര്യങ്ങളിലേക്ക്, സമര പരിപാടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാമെന്നൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണത് യോഗം അവസാനിപ്പിച്ചത്. ഏതായാലും നാളെ മറ്റു സ്ഥലം MLA ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർവകക്ഷി യോഗത്തിന് കൂടി നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള ഭാവി പരിപാടികൾ നാട്ടുകാർ ഉൾപ്പെടെ തീരുമാനിക്കും. ഏതായാലും ഒരു ആശങ്ക നിലനിൽക്കുന്നു. ആശങ്ക ഒഴിവാക്കാൻ ഇത്തരത്തിൽ വളരെ സജീവമായി നടക്കുന്ന ശ്രമങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല. തിരച്ചിലിന് ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതി തന്നെയാണ്. ആ രീതിയിൽ ഒരു കാടും അതോടൊപ്പം തന്നെ ചെറുകിട തോട്ടങ്ങളും വനയോര മേഖലകളെല്ലാം ഉള്ള ഈ മേഖലയിൽ കടുവയ്ക്ക് പെട്ടെന്ന് തന്നെ വിവിധ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കാനും മറ്റുമുള്ള വേഗത്തിൽ അതിൻ്റെ സഞ്ചാരപഥം മാറുന്നൊരു സാഹചര്യം എല്ലാം ഉണ്ട്. അതെല്ലാം വനവകുപ്പിനെ കൊടുക്കുന്നൊരു കാര്യമാണ്. ഏതായാലും അതെല്ലാം മറികടന്നുകൊണ്ട് കുങ്കിയാനകളുടെയും മറ്റു സഹായത്തോടു കൂടി ഒരു വളരെ വ്യാപകമായ തിരച്ചിലാണ് ഏതായാലും ഇപ്പോഴും വളരെ സജീവമായി നടക്കുന്നത്. ഇന്നിപ്പോൾ വനവകുപ്പ് ചെയ്യാൻ പോകുന്നൊരു കാര്യം, ഇന്നലെ പിടിച്ച പശുവിൻ്റെ മൃതദേഹം അവിടെ ഒരു കൂട് സ്ഥാപിച്ച് അതിൽ ഈ പശുവിൻ്റെ മൃതദേഹം വെച്ച് കടുവ ഈ മൃതദേഹം ഭക്ഷിക്കാൻ വീണ്ടും തിരിച്ചെത്തുന്ന സാഹചര്യം ഉണ്ടായാൽ പിടികൂടാമെന്നൊരു കണക്കുകൂട്ടലാണ്. ഏതായാലും അത് ഫലം കാണുമെന്നാണ് വനംവകുപ്പിൻ്റെ ഇന്നത്തെ പ്രതീക്ഷ. അനൂപ്, അതായത് ഈ വാഗേരി മേഖല കുറച്ച് ദിവസങ്ങളായി കടുവ ഭീതിയിൽ തന്നെയായിരുന്നു. അപ്പോൾ സമാനമായ പ്രദേശത്ത് തന്നെയാണോ 2ാം തവണയും ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയത്? ഇതിപ്പോൾ ഈ പ്രജീഷ് എന്ന കർഷക യുവാവിനെ കടുവ ആക്രമിച്ച് കൊന്നതിന് ശേഷം 2 തവണയാണ് കടുവയുടെ സാന്നിധ്യം പ്രദേശത്ത് സ്ഥിരീകരിച്ചത്. അതൊന്ന് ഇപ്പോൾ ഇന്നുണ്ടായ പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇത് കിലോമീറ്ററുകൾ, അതായത് ഒരു 5 കിലോമീറ്റർ പരിധിക്ക് ഉള്ളിലാണ്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം കടുവയുടെ സാന്നിധ്യം, കാൽപ്പാടുകളും സമീപത്തെ വയലിൽ കാൽപ്പാടുകളെല്ലാം കാണപ്പെട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അതും ഏതാണ്ട് 5 കിലോമീറ്റർ പരിധിയിലാണ്. ഇതുപോലെ തന്നെ പാപ്ലശ്ശേരിയിൽ ഇന്ന് കടുവയുടെ സാന്നിധ്യം ഉണ്ടായതായിട്ട് നാട്ടുകാർ പറയുന്നുണ്ട്. ഇതെല്ലാം ഈ പ്രദേശത്തിന് കൂടലൂർ, മൂടക്കൊല്ലി, വാഗേരി തുടങ്ങിയ ഈ ഒരൊറ്റ ചെറിയൊരു പ്രദേശത്തിന് ചുറ്റുമാണ്. വനത്തോടും ഈ സ്ഥലങ്ങളുടെ 2 വശവും വനമാണ്. ഈ വനത്തോട് ചേർന്നുള്ള വനയോര മേഖലയാണിത്. ഇവിടെയാണ് ഈ കടുവയുടെ സാന്നിധ്യം ഇത്തരത്തിൽ നിരന്തരമായി ഉണ്ടാകുന്നത്. ഈ കടുവ തന്നെയാണോ ഈ നരഭോജി, അതായത് ഈ പ്രജീഷിനെ ആക്രമിച്ചു കൊന്ന കടുവയുടെ സാന്നിധ്യം തന്നെയാണോ മറ്റിടത്ത് ഉള്ളത് എന്നുള്ള കാര്യത്തിലൊരു സ്ഥിരീകരണം ഒന്നും ഏതായാലും ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും കടുവയുടെ സാന്നിധ്യം തുടർച്ചയായ മേഖലയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നേരത്തെ പ്രജീഷിനെ ആക്രമിച്ചു വന്ന കടുവ ഏതെന്ന കാര്യത്തിൽ വനവകുപ്പിന് മുന്നിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. അത് ഏതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ WEL45 എന്ന കടുവയാണ്. അത് വനവകുപ്പിന് നേരത്തെ തന്നെ കഴിഞ്ഞ കടുവ സെൻസസിൽ ട്രാക്ക് ചെയ്യുകയും ലിസ്റ്റ് ചെയ്ത കടുവയാണ്. അതിൽ 13 വയസ്സുള്ള ഒരു ആൺകടുവയാണത്. അതാണ് പ്രജീഷിൻ്റെ മരണത്തിന് കാരണമായ പ്രജീഷിനെ ആക്രമിച്ച് കൊന്ന കടുവ എന്നുള്ള കാര്യം വനവകുപ്പ് ഏതായാലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രദേശത്ത് സ്ഥാപിച്ച ക്യാമറകളിലൂടെയും അതുപോലെ തന്നെ മറ്റ് ട്രാക്കിംഗ് സംവിധാനങ്ങളിലൂടെയും എല്ലാം അവർ വനവകുപ്പ് എടുത്തിട്ടുള്ള വിവരമാണ്. ഏതായാലും ഈ കടുവ തന്നെയാണോ ഇന്ന് ഈ പ്രദേശങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഈ പ്രദേശത്തിന് ചുറ്റുപാടും സ്ഥിരീകരിച്ച
സ്ഥിരീകരിച്ച കടുവ എന്ന കാര്യത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഏതായാലും ഇത് വന്നിട്ടില്ല. ഏതായാലും വലിയ ആശങ്ക തുടരുന്നു. വാഗേരി മൂടക്കൊല്ലി പ്രദേശങ്ങളിൽ കടുവയെ പിടികൂടാനുള്ള ശ്രമം ഒരുപാട് സജീവമായി തുടരുമ്പോഴും കടുവയുടെ സാന്നിധ്യം ഈ രീതിയിൽ പല വിധത്തിൽ പല മേഖലകളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ശരി, വ്യക്തമാണ്. വാഗേരി കല്ലൂർ കുന്നിൽ വീണ്ടും കടുവ സാന്നിധ്യം. ശനിയാഴ്ച രാത്രി 11 മണിയോടെ വാഗയിൽ സന്തോഷിന്റെ പശുവിനെ പിടികൂടി. വിശദാംശങ്ങളാണ് KR അനൂപ് നൽകിയത്.